ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിഡോസ്കോപ്പിലെ ഫസ്റ്റ് പോയം ദ ഒഡീസിയ ബൈ ഹോമർ. അപ്പോൾ ഈ ഒരു പോയമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോയം നമ്മൾ ടെക്സ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം 5, 10, 15, 20 ഒരു സൂപ്പറേഷൻ നമ്പേഴ്സ് നമുക്ക് കാണാം. ഇതെന്താണെന്ന് മനസ്സിലായോ? അതെ, ഇതെന്താണ് നമ്മൾ ഈ ഒരു പോയം ഈ ഒരു ലൈൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ഒഡീസി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകത്തിലെ കഥ ഒന്ന് ചുരുക്കി അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം നല്ലതാണ്. നമ്മൾ എല്ലാതും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കത് ക്ലിയർ ആക്കി തരാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ ശ്രമിക്കണം. ഹോമർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പോയറ്റാണ്. അതായത് അദ്ദേഹത്തിന് 2 എപ്പിക് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്. ആ 2 എപ്പിക് വർക്ക് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ലോകം തന്നെ അധികം അറിയപ്പെടുന്ന പ്രശസ്തി ആർജിക്കുന്ന ഒരു പോയറ്റാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ 2 വർക്കാണ്, ഒന്ന് ഇലിയാഡും ഒന്ന് ഒഡീസിയും. ഓക്കെ, അപ്പൊ ഈ ഒരു 2 വർക്ക് കൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചറിനെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന പോലെ അദ്ദേഹം അത്രയും ഒരു ലിറ്ററേച്ചറിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയറ്റാണ് അദ്ദേഹം. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ഈ ഒരു ഇലിയാഡ് എന്ന് പറഞ്ഞ വർക്ക് ഹോമറിന്റെ ഫേമസ് വർക്കാണ്. ഒന്ന് ഇലിയാഡും ഒന്ന് ഒഡീസിയും. ഇലിയാഡ് എന്ന് പറയുന്നൊരു വർക്ക് അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് ഈ ഒരു ഹോമർ എന്ന് പറയുന്ന പോയറ്റ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ പോയത്തിലേക്ക് പറയുമ്പോൾ ഈ ഒരു ഒഡീഷി എന്ന് പറയുന്ന ഒരു കവിതയിലേക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് വെച്ച് പറയുമ്പോൾ ഇതിലെ ഒരു കഥയാണ് കവിതയുടെ രൂപത്തിൽ പറയുന്നത്, അല്ലേ? ഒരു കഥയാണ് കവിതയുടെ രൂപത്തിൽ പറയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ നല്ല പോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് പറഞ്ഞിരുന്നു ഒരു കഥയാണ് ഒരു കവിതയുടെ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് പോകാം. അതായത് ഇവിടെ മെയിൻ ക്യാരക്ടറാണ് ഒഡീഷി, അല്ലെ? ഒഡീസി എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കിങ് ആണ്. ഇത്യാക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കിങ് ആണ് ഇദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിനലപ്പി എന്ന് പറയുന്നത് ഒരു ഒഡീസിയാണ്. നമ്മുടെ കിങ്ങിന്റെ ക്യൂ എന്ന് പറയും, അതായത് വൈഫ് ആണ് ഒഡീസിയുടെ വൈഫാണ് പിനലപ്പി. പിന്നെ അടുത്തത് ടെലിമസ്, ഇത് ഒഡീസിയുടെ മകനാണ്. പിന്നെ അടുത്തത് അദീന എന്ന് പറഞ്ഞ ഗ്രീക്ക് ഗോഡസ് ആണ് കേട്ടോ. അദീന പറഞ്ഞ ഗ്രീക്ക് ഗോഡസ് ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞാല് കാലിപ്സോ എന്ന് പറഞ്ഞൊരു ക്രൂരത നിറഞ്ഞ യക്ഷി എന്നാണ് അർത്ഥം കേട്ടോ. കാലിപ്സോ പറഞ്ഞ ക്രൂരത നിറഞ്ഞൊരു യക്ഷി. ഈ ഒരു യക്ഷിക്ക് ഓൾറെഡി അറിയാവുന്നത് ഇപ്പോൾ ഒഡീഷയെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, മകളുണ്ട്, സണ്ണുണ്ട് എന്നൊക്കെ അറിയാം. എന്നിട്ടും ഈ ഒരു യക്ഷിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഡീഷയെ മാരേജ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യക്ഷി എന്നാണ്, ക്രൂരത നിറഞ്ഞൊരു യക്ഷിയാണ്. പേരെന്തായിരുന്നു? കാലിപ്സോ. ഓക്കെ, ഈ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്യാരക്ടറാണ് സ്യൂസ് എന്ന് പറയുന്നത് ഗ്രീക്കിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദേവനാണ് കേട്ടോ. ഗ്രീക്കിലെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ഈ ഒരു സ്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ക്യാരക്ടർ മ്യൂസ് എന്നാണ് കേട്ടോ. മ്യൂസ് എന്ന് പറയുന്നൊരു ദേവതയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ദേവൻ, അല്ലേ? ആ ഒരു ദേവന് 9 മക്കളാണ്. ആ ഒരു 9 മക്കളിലെ ഒരു ദേവതയാണ്, ഒരു മോളാണ് ഈ ഒരു സ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പോയത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു മ്യൂസ് ദേവതയെ നമുക്ക് കാണാം. അതൊരു മ്യൂസ് ദേവതയുടെ അടുത്താണ് നമ്മുടെ നറേറ്റർ, നമ്മുടെ ഒഡീസി എന്ന് പറയുന്ന ഒരു രാജാവില്ലേ, ഈ ഒരു രാജാവ് മെയിൻ ക്യാരക്ടർ, രാജാവ് യുദ്ധം കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളും ആ ഒരു കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പ്രാർത്ഥിക്കുന്നത് നറേറ്റർ പ്രാർത്ഥിക്കുന്നത് ആരുടെ അടുത്താണ്? ഈ ഒരു മ്യൂസ് എന്ന് പറയുന്നൊരു ദേവതയുടെ അടുത്താണ് കേട്ടോ. ദേവത ആരുടെ മോളാണ്? സ്യൂസ് എന്ന് പറയുന്ന ഒരു ദേവന്റെ മോളാണ് കേട്ടോ. 9 മക്കളിൽ ഒരാള്. ഇനി അടുത്ത ക്യാരക്ടറാണ് ഹീലിയോസ് ഹൈപ്പേറിയൻ. ഈ ഒരു ഹൈപ്പേറിയൻ എന്നുള്ളത് ഒരു ഹീലിയോസിന്റെ ഫാദറിന്റെ പേരാണ് കേട്ടോ. ഹീലിയോസ് ഹൈപ്പേറിയൻ എന്നാണ് പേര്. ഹൈപ്പോറിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹീലിയോസിന്റെ ഫാദറാണ്. ഇദ്ദേഹം ഒരു ഫാദർ, ഈ 2 പേരും ഹൈലിയോസ് ഹിപ്പോരിയൻ എന്നുള്ള 2 പേരും സൂര്യൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇവർ 2 പേരും സൂര്യദേവൻ എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ളൊരു പൊസിഷനിലാണ് ഫാദർ ഹീലിയോസ്. ദേ ബോത്ത് മീൻ സൺ. അപ്പൊ സൂര്യൻ എന്നാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൊസൈറ്റോൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു പണ്ടത്തെ കാലത്ത് നമുക്ക് കഥയിലൊക്കെ കേട്ടിട്ടില്ലേ, സൂര്യദേവൻ അല്ലെങ്കിൽ എർത്ത് കേക്ക് ബേസ് ആയിട്ട് ദേവന്മാര് ദേവതകളൊക്കെ
അങ്ങനത്തെ ഒരു മീനിങ്ങിനാണ് ഈ പൊസൈറ്റോൺ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സീ ആണ്, ഗോഡ് ഓഫ് എർത്ത് ക്വേക്ക് ആണ് കേട്ടോ പൊസൈറ്റോൺ. അപ്പൊ ഇത്രയും ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോറി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ വിചാരിക്കും ബോറടിക്കും. ഒന്നുമില്ല, ഞാൻ വേഗം പറഞ്ഞു തീർക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഈ ഒരു സ്റ്റോറി അറിഞ്ഞാണ് ഉപകാരം എവിടെയാണെന്നറിയോ? എസ് എ ഒക്കെ വരുമ്പോൾ, ഈ ഒരു പോയത്തിൽ നിന്ന് എസ് എ വരുമ്പോൾ ഈ ഒരു സ്റ്റോറി, അതുപോലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഈ ഒരു സ്റ്റോറി ഒക്കെ എഴുതി വെച്ചാൽ ഒന്നും നമുക്ക് ഒന്നും അറിയാത്തക്കാട്ടും ബെറ്റർ അല്ലേ? അതേപോലെ തന്നെ ഒരു പോയം വരുമ്പോൾ ഇത് ആരൊക്കെ ക്യാരക്ടർ എവിടുന്ന വന്നെന്നൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോറി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഡൗട്ട്സ് ഉള്ളവരെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഞാൻ ഇനി 2 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല, കാരണം ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനും എസ് എ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നേരെ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. ഒഡീസിയസ് ഇസ് ദ കിങ് ഓഫ് ഇത്താക്ക. ഇത്താക്കയിലെ രാജാവാണ് ഒഡീസിയസ്. ഹി ഈസ് റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ എ ഹിസ്റ്റോറിക് ട്രോജൻ വാർ വിച്ച് ഇസ് എ ബാറ്റിൽ ബിറ്റ്വീൻ ഗ്രീക്ക് ആൻഡ് ദ പീപ്പിൾ ഓഫ് ട്രോയ്. അതായത് ഈ ഒരു ഒഡീസിയസ് യുദ്ധത്തിന് പോയി. ഈ ഒരു യുദ്ധത്തിന് ഒരു ഹിസ്റ്റോറിക് വാറാണിത്. ഈ ഒരു ഹിസ്റ്റോറിക് വാറിന്റെ പേരെന്താണ്? ട്രോജൻ വാർ കേട്ടോ. ഈ ഒരു ഹിസ്റ്റോറിക് വാറിന്റെ പേരെന്താ? ട്രോജൻ വാറാണ്. ഈ ഒരു വാറ് 10 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വാറാണ്. 10 years ഡ്യൂറേഷൻ ഒരു വാറിനുള്ളത്. ഓക്കെ, ഈ ഒരു വാറ് ആര് തമ്മിലാണ്? ഗ്രീക്ക് പീപ്പിളും അതേപോലെ പീപ്പിൾ ഓഫ് ട്രോയും തമ്മിലുള്ള ഒരു യുദ്ധമാണിത്. ഓക്കെ, ഇൻ ദ ഒഡീസിയെ വി സീസ് ദ പോയറ്റ് പ്രേയിങ് ടു ദ മ്യൂസ് ടു ടെൽ ഹിം ദ അഡ്വഞ്ചർ ഓഫ് ദ ഒഡീസിയസ് വൈൽ റിട്ടേണിംഗ് ഹിം ആഫ്റ്റർ ദ ബാറ്റിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു മ്യൂസ് എന്ന് പറയുന്ന ദേവതയുടെ അടുത്താണ് നമ്മൾ നറേറ്റർ ഈ ഒരു വാറ് കഴിഞ്ഞ് വരുന്ന ഒഡീസിയസ് രാജാവിനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റോറീസൊക്കെ ഈ ഒരു നറേറ്റർ മ്യൂസ് ദേവതയുടെ അടുത്ത് പറഞ്ഞു തരൂ എന്ന് പ്രയറാണ്. ഈ ഒരു യാത്ര, അതായത് ഈ ഒരു വാറ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് വരില്ലേ, ആ ഒരു വരണേന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ നമ്മൾ 5 പോയിന്റ് പറഞ്ഞിരുന്നു. ഒന്നെന്തായിരുന്നു? ഒഡീസിയസ് എന്ന് പറയുന്ന രാജാവ് ഇത്താക്കയിലെ രാജാവായിരുന്നു, ഇത്താക്ക കൺട്രിയിലെ രാജാവായിരുന്നു. ഹീസ് റിട്ടേണിംഗ് ഫ്രം ഹോം ഫോർ എ ഹിസ്റ്റോറിക് ട്രോജൻ വാർ. അതായത് 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ട്രോജൻ വാറിന്റെ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് വരുന്നത് അല്ലേ. ഈ ഒരു വാർ ആര് തമ്മിലായിരുന്നു? ഗ്രീക്ക് പീപ്പിളും അതേപോലെ തന്നെ പീപ്പിൾ ഓഫ് ട്രോയ് തമ്മിലുള്ള വാറായിരുന്നു ഇത്. പിന്നെ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണ്? ഈ ഒരു വാറ് കഴിഞ്ഞ് വരുന്ന ഒഡീസിയസ് രാജാവ് ഇദ്ദേഹം വാറ് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് എത്തണതിന്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കേസ് എന്തായിരുന്നു? അതായത് ഈ ഒരു ഒഡീസിയ രാജാവിന്റെ അഡ്വഞ്ചർ, ഇദ്ദേഹം വാറ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നറേറ്റർക്ക് അറിയാൻ വേണ്ടിയിട്ട് നറേറ്റർ ആരുടെ അടുത്താണ് പ്രാർത്ഥിച്ചിരുന്നത്? മ്യൂസ് ദേവതയുടെ അടുത്താണ് കേട്ടോ. അപ്പൊ ഈ ഒരു ദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കി പറയാം. അതായത് നമ്മുടെ ഒഡീസിയ രാജാവ് അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ടൈമില് ഈ ഒരു വരവില് ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് യക്ഷി, നമ്മൾ പറഞ്ഞല്ലോ കലിപ്സോ യക്ഷി, ഒരു ക്രൂരത എന്ന് പറഞ്ഞ യക്ഷിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു യക്ഷി ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി. ഈ ഒരു യക്ഷി നമ്മുടെ ഒഡീസിയ രാജാവിനെ തടവിലാക്കി. എന്തിനാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വിവാഹം കഴിക്കാൻ. അത് ഈ ഒരു യക്ഷിക്ക് ഈവൻ എല്ലാതും അറിയാവുന്നത്, ഈ ഒരു ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് കൂടി ഈ ഒരു ക്രൂരത എന്ന് പറഞ്ഞ യക്ഷിക്ക് നമ്മുടെ ഒരു കലിപ്സോ രാജാവിനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഒരു കലിപ്സോ രാജാവിനെ രക്ഷിക്കുന്ന ദേവതയാണ് അദീന. അദീന എന്ന് പറഞ്ഞ ദേവത നമ്മൾ പറഞ്ഞല്ലോ, ഗ്രീക്ക് ദേവത. ആ ഒരു ഗ്രീക്ക് ദേവത നമ്മുടെ ഒരു രാജാവ് കലിപ്സോ യക്ഷിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജാവിനെ രക്ഷിച്ചു. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു രാജ്യത്ത്, അതായത് ഈ ഒരു ഒഡീസിയ രാജാവിന്റെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു രാജാവിന്റെ ഭാര്യ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യയാണ്. അപ്പൊ ഒരു ഭാര്യയുടെ പിന്നാലെ ഒരുപാട് പുരുഷന്മാർ നടക്കുന്നുണ്ട് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഈ കുറെ പ്രശ്നങ്ങൾ ഇവരുടെ രാജ്യത്ത്, രാജാവ് 10 വർഷമായിട്ടൊരു രാജ്യത്തില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അദീന എന്ന് പറഞ്ഞ ദേവത ചെന്നിട്ട് നമ്മുടെ ഒരു രാജാവിന്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്,
വളരെയധികം സഹായങ്ങളാണ് നമ്മുടെ ഒരു അദീന എന്ന് പറയുന്നൊരു ദേവത ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഭാര്യയും മക്കൾക്ക് ഒരുപാട് സന്തോഷമായില്ലേ. ഒരുപാട് പ്രശ്നങ്ങളോ യാതനകളോ ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു രാജ്യത്തിലെ ആൾക്കാർ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു അദീന എന്ന് പറയുന്ന ഒരു ദേവത വന്നിട്ട് നമ്മുടെ ഒരു ഒഡീസ് രാജാവിന്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെൻ എന്ന് പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പടയാളികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒഡീസിയസ് ആൻഡ് ഹിസ് മെൻ സഫർ എ ലോട്ട്. അദീന ദ ഗ്രീക്ക് ഗോഡ്ഡസ് ഓഫ് വാർ കംസ് ടു റെസ്ക്യൂ ഒഡീസിയ ആൻഡ് ഹിസ് മെൻ. അപ്പോൾ ദേവത വന്നിട്ട് നമ്മുടെ ഒരു ഒഡീസിയസിനെയൊക്കെ രക്ഷിച്ചു. മെൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പടയാളികളെയാണ് കേട്ടോ. അദീന ടെൽസ് സെലിമസ്, അതായത് നമ്മുടെ ഒരു ഒഡീസിയസ് രാജാവിന്റെ ഭാര്യ, ആൻഡ് സൺ ഓഫ് ഒഡീസിയസ് ആൻഡ് ഹിസ് ഫാദർ സ്റ്റിൽ അലൈവ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പെലനോസ്കോപ്പ് ഈസ് എ വൈഫ് ഓഫ് ഒഡീസിയസ് ആൻഡ് ദ മദർ ഓഫ് ടെലമസ്, അതായത് ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഏകദേശം 20 വർഷത്തോളം വേണ്ടി വന്നു നമ്മുടെ ഒഡീസിയസ് രാജാവിന് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സാഹസങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്താൻ വേണ്ടി അദ്ദേഹത്തിന് 20 വർഷം വേണ്ടി വന്നു. പിന്നെ നമ്മുടെ ഈ ഒരു രാജ്ഞിയുടെ പിന്നാലെ കുറെ ആൾക്കാർ പുരുഷന്മാർ നടന്നു പറഞ്ഞില്ല, അവരെന്നൊക്കെ കൊന്നു കളഞ്ഞ്. അങ്ങനെ ഒരു ദേവതമാരും അദീനും ജ്യൂസും ദേവതകളൊക്കെ കൂടി ചേർന്ന് എല്ലാം നല്ല രീതിക്ക് നടത്തി അവർ ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ചു എന്നാണ് ഈ ഒരു എൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി ഇത്ര അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പോയത്തിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പോയത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പോയം. അപ്പം നമുക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ടെക്സ്റ്റിൽ ഇതേപോലെ ഒന്നും അല്ല. നമ്മളിപ്പോൾ അത് ഓരോ ലൈനും എടുത്ത് ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റിൽ ഒറ്റ സ്ട്രക്ചറാണ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതങ്ങനെയല്ല, ഇവിടെ ഓരോ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് 4 ലൈൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ടെൽ മീ ഓ മ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മ്യൂസ് ദേവതയുടെ അടുത്ത് പറയൂ എന്നുള്ള റിക്വസ്റ്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടെൽ മീ ഓ മ്യൂസ് ഓഫ് മാൻ ഓഫ് മെനി ഡിവൈസ് who wonderful for many ways after he had sacked the scratch citadel of Troy. Many were the men whose cities he saws and whose mind he learned, aye, and many of the woes he suffered in his heart up to the sea. ഈ ഒരു ലൈൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാം ടെൽ മീ ഓ മ്യൂസ്, അതായത് ഒരു പ്രാർത്ഥന രൂപത്തിലാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മ്യൂസ് ദേവതയുടെ അടുത്ത് ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു പ്രാർത്ഥനാ രൂപത്തിലാണ് നമ്മുടെ നറേറ്റർ ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് ദ മാൻ ഓഫ് മെനി ഡിവൈസസ് ഹു വണ്ടർ ഓഫ് മെനി വേസ് ഓഫ് ഹി സാക്ക് ദ സീക്രട്ട് ട്രോയ്. അതായത് ട്രോയ് എന്ന് പറഞ്ഞ ഒരു കലവറ അല്ലെ, അത്രയും പവിത്രമായ ഒരു കോട്ടയിലെ അത് കീഴടക്കിയതിനു ശേഷം പല വഴികൾ കൂടെയും അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു വന്നിരിക്കുകയാണ് അല്ലെ, അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളും കഥകളും ഒക്കെ എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം എന്തോരം സഫർ ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ കേട്ടോ. അതായത് അദ്ദേഹം ഒരുപാട് നമ്മുടെ ട്രോജൻ എന്ന് പറഞ്ഞ ഒരു ആൾക്കാരൊക്കെ കീഴടക്കിയിട്ട് ആ ഒരു കലവറ കോട്ടയൊക്കെ കീഴടക്കിയിട്ട് അദ്ദേഹം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Many were the men whose cities he saws and whose mind he learned. അതായത് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഇവിടെ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ. ആൻഡ് മെനി woes he suffered in the heart upon the sea. അദ്ദേഹം നടുക്കടലിൽ വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പിന്നെ നമുക്ക് ക്ലിയർ അറിയാത്ത വേർഡ് ഒന്ന് ഐയും ഒന്ന് വോസ് ആയിരിക്കും, WOES. പിന്നെ AYE ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ, ഉവ് എന്നൊക്കെയാണ് കേട്ടോ. വോസ് എന്ന മീനിങ്ങിന്റെ അർത്ഥം WOES ആണ് കേട്ടോ. വോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരിതം, ദുഃഖം, ദുരിതം എന്നാണ് കേട്ടോ. AYE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ, ഉവ്. വോസ് WOES കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരിതം എന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ? സാക്രഡ് സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ കോട്ട എന്നൊക്കെയാണ് കേട്ടോ. ട്രോയ് എന്ന് പറഞ്ഞൊരു കോട്ട, അതൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി അറിയാത്ത ന്യൂ വേർഡ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം കേട്ടോ. സീക്കിംഗ് ടു വിൻ ഹിസ് ഓൺ ലൈഫ് ആൻഡ് റിട്ടേണിംഗ് ഓഫ് ദിസ് കോംറേഡ്സ്. അതായത് ഇദ്ദേഹം നമുക്കറിയാം, നമ്മുടെ ഒഡീസിയസ് രാജാവ്, അദ്ദേഹം അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹം രക്ഷപ്പെടാൻ, ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതോടൊപ്പം തൻ്റെ കോംറേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പമുള്ള ആൾക്കാരെ, പടയാളികളെയും കൂടി രക്ഷപ്പെടുത്താനുള്ള വഴി അദ്ദേഹം നോക്കി, പക്ഷേ സാധിച്ചില്ല. അദ്ദേഹം നാട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പടയാളികളെയും കൂടി രക്ഷപ്പെടുത്താൻ അദ്ദേഹം നോക്കി.
കൊമറേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പടയാളികൾ. അദ്ദേഹം ഒരു സെൽഫിഷ് ആയിരുന്നില്ല, അദ്ദേഹത്തിന് അവരെ രക്ഷപ്പെടുത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ യെറ്റ് ഈവൻ സോ ഹി സേവ്ഡ് നോട്ട് ഹിസ് കോംറേഡ്സ് ദോ ഹി ഹാസ് ഡിസൈഡ് എന്ന് വെച്ചാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിസയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹം, മതിയായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. Though their own blind folly they perished fools who devote the kind of Hercules Hyperion. അതായത് ഈ ഒരു വേർഡ് ഡിവോട്ട്, അതായത് DEVOURED, ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങി എന്നാണ് കേട്ടോ. കൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുക്കൾ. അതായത് ഹെലിയസ് ഹൈപ്പോരിയൻ നമ്മൾ പറഞ്ഞല്ലോ, സൂര്യദേവന്മാർ, അവരുടെ പശുക്കളെ നമ്മുടെ രാജാവിൻ്റെ പടയാളികൾ കൊമറേഡ്സ് വിഴുങ്ങി. അപ്പോൾ സൂര്യദേവന്റെ പശുക്കളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ വിടോ? ഇല്ല, അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു രാജാവിന് ഈ ഒരു പടയാളിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ 2 ടേം പറഞ്ഞു. DEVOURED ഡിവോർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഴുങ്ങി, കൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുക്കളും. അപ്പോൾ ഈ ഒരു വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ടേം 2 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എന്താവോ എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് 5, 9 ആ ഒരു 5 മുതൽ 9 വരെയുള്ള ലൈൻസ് ആണ്. ഇനി പറയാൻ പോകുന്നത് 10 മുതൽ 14 വരെയുള്ള ലൈൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമ്മറി എന്താണെന്ന് നോക്കാം. അതായത് സ്യൂസിന്റെ മകളുടെ അടുത്താണ് നമ്മുടെ ഒരു ദേവന്റെ മകളുടെ അടുത്ത് നമ്മുടെ ഒരു നരേറ്റർ ചോദിക്കുകയാണ്, പറയൂ രാജാവ് എവിടെ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയോടെ പറയൂ എന്ന് പറഞ്ഞു തുടങ്ങൂ എന്നൊക്കെ പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നമ്മുടെ ഒരു ദേവന്റെ മകൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. അത് ഒരുപാട് പേരോട് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളോടെങ്കിലും ഒന്ന് പറയൂ എന്ന് പറയുകയാണ്. ഓക്കെ, അതായത് ഈ ഒരു യുദ്ധം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്, അതായത് ഓരോ സമയത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു രാജാവിനെ മാത്രം കാണാനില്ല. അപ്പൊ ഈ ഒരു ഒഡീയസ് രാജാവ് ആ ഒരു യക്ഷി തടഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ 2 വേർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ന്യൂ വേർഡ്സ് ആയിരിക്കാം. THOUGH എന്ന് പറഞ്ഞാൽ യു, നീ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു വേർഡ് എന്ന് പറയുന്നത് വിൽഡ്, അത് ആഗ്രഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആഗ്രഹിക്കുന്ന പോലെ, അതൊക്കെയാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ നോക്കാം. കീപ് ബാക്ക് ഇൻ ഹെർ ഹോൾ കേവ് yearning that he should be her husband. ഇവിടെ ഹോളോ കേവ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊള്ളയായ ഗുഹ. അതായത് നമുക്ക് യക്ഷിയുടെ ഗുഹയിൽ നമ്മുടെ രാജാവിനെ പാർപ്പിച്ചിരുന്നില്ലേ ഒരുപാട് വർഷം, ഒരു പൊള്ളയായ ഗുഹ എന്നാണ് അതിന്റെ മീനിങ് കേട്ടാ. ഹോളോ കേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടേം യേണിങ്, YEARNING, അതായത് യേണിങ് എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം, അതീവമായ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം എന്നൊക്കെ പറയാം. അതായത് യക്ഷിക്ക് അദ്ദേഹത്തെ ഹസ്ബൻഡ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു തീവ്രമായ ആഗ്രഹമാണ് ഇതിന് പറയുന്നത്. പിന്നെ അടുത്ത ടേം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓർഡിനേറ്റഡ്, ORDINED, ഓർഡിനേറ്റഡ് എന്ന് വെച്ചാൽ നിയോഗിച്ച. ഈ ഒരു ക്രൂരത എന്ന് പറഞ്ഞ യക്ഷിക്ക് അദ്ദേഹം തന്നെ രാജാവ് തന്നെ ഹസ്ബൻഡായിട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹം. അദ്ദേഹത്തിന് ഒരുപാട് വർഷം ആ ഒരു എന്താ പറയുക കേവിലേക്ക് അടച്ചിട്ടു ഇല്ലേ. ഒരു കേവ് എന്ന് പറഞ്ഞാൽ പൊള്ളയായ കേവ്, ഹോളോ കേവ്, ആ ഒരു ടേം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും ദേവന്മാരെ ഓരോന്ന് നിയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ഇയർ കെയിം, അതായത് കാലങ്ങൾ മറഞ്ഞു, അതായത് അദ്ദേഹത്തിന് ഒരുപാട് വർഷം ആ ഒരു ഗുഹയിൽ ബന്ധിതയാക്കി. എന്നിട്ടും ഒരുപാട് കാലങ്ങളൊക്കെ പോയി ഹി ഷുഡ് റിട്ടേൺ ടു ഇത്താക്ക, അതായത് ദേവന്മാരും എല്ലാവരും നിയോഗിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിലേക്ക് എത്തണമെന്ന്. പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെ ജനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് പുരുഷന്മാരെ ഈ ഒരു ഒഡീസിയുടെ വൈഫിന് മാരേജ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു ഇല്ലേ. അപ്പൊ അതൊക്കെ അദ്ദേഹം നേരിട്ട ഓരോ യാതനകളൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം കേട്ടോ. ഈ ഒരു ടേം ഇല്ലേ, അതായത് പൊസീഡിയൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ്? ക്യാരക്ടറാണ്. അത് ഏൻഷ്യൻ ഗോഡ്, അതായത് സീഡിങ് എർത്ത് ക്വേക്കിന്റെ ഒക്കെ ഗോഡാണ്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതായത് നമ്മുടെ ഒരു രാജാവിനെ സ്വന്തം രാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടലും ഒക്കെ സീയും ഒക്കെ താണ്ടി വേണം പോവാൻ. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് വെള്ളപ്പൊക്കം പോലെ അല്ലെങ്കിൽ സീ ഒരുപാട് ഭയങ്കര ക്ഷോഭം പോലെയൊക്കെ ആക്കിയിട്ട് കോപിച്ചിട്ട് നമ്മുടെ ഈ ഒരു ദേവൻ ഒരുപാട് കോപിച്ചിട്ട് അദ്ദേഹത്തിന് പോവാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇവിടെ അൺസിയാസിംഗ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടവിടാതെ, കണ്ടിന്യൂസ് ആയിട്ട്, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ ഈ ഒരു ലൈനിൽ പറയുന്നത് നമ്മുടെ ഒരു ദേവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കടൽ മാർഗം അദ്ദേഹത്തിന്റെ രാജാവിനെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു ദേവൻ ഉണ്ടാക്കി.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലൈനിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, whom does the narrator of Odyssey invoke in the order of inspired to tell him the story? അതായത് നമുക്കറിയാം നമ്മുടെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരുടെ അടുത്താണ് ഈ ഒരു ഏത് ദേവതയുടെ അടുത്താണ് നമ്മുടെ നറേറ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? മ്യൂസ് ദേവതയുടെ അടുത്താണ് കേട്ടോ. ഈ ഒരു മ്യൂസ് ദേവത പറയുന്നത് നമ്മുടെ 9 ഡോട്ടേഴ്സ് ഓഫ് സ്യൂസിന്റെ 9 ഡോട്ടേഴ്സിലെ ഒരു ഡോട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു യക്ഷി, നമുക്കറിയില്ല നമ്മുടെ ഒരു യക്ഷി നമ്മുടെ ഒഡീസിയസിന് എന്തുകൊണ്ടാണ് ഐലൻഡിൽ നിന്ന് പോവാൻ സമ്മതിക്കാത്തത്? കാരണം എന്താണ്? മാരേജ് ചെയ്യണം എന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ബാക്കി 5 മാർക്ക് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ലെങ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് ടാപ്പ് ചെയ്താൽ ആ വീഡിയോ അവൈലബിൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.